ഇഷ്കിന് ശേഷം അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത സിനിമയാണ് നരിവേട്ട. ഈ സിനിമ കണ്ട് തുടക്കത്തിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മനുഷ്യൻ, വിജയ്, സിനിമാറ്റോഗ്രാഫർ, പുള്ളി ഈ മഞ്ഞുമൽ ബോയ്സ്, കുമ്പളങ്ങി നൈറ്റ്സ്, അതുപോലെ മിന്നൽ മുരളി, വിക്രം, ഇതിൻ്റെയൊക്കെ ക്യാമറ അസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാന ക്യാമറമാനായിട്ട് ഒരു സിനിമയിൽ വരുന്നത്. ഇവിടെ ഇയാളെ പേര് കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്ന കാലം വരും, നിങ്ങളത് എഴുതി വെച്ചോ. അത്രയ്ക്ക് ഓരോ സീൻ തുടക്കത്തിൽ ഇങ്ങനെ കാണിക്കുമ്പോഴും, ഞാൻ ഐറിസ് പ്ലസ് ഓഡിയോ ഒന്നിൽ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഡെപ്ത് ഫീൽ ചെയ്ത ഒരു സാധനം എന്താ മാജിക് എന്ന് പറഞ്ഞൂടെ. എന്തൊക്കെ യൂസ് ചെയ്യുന്ന ക്യാമറയുടെ പ്രത്യേകതയാണ്, അത് എന്തോ അത് ഗിമ്മിക്സ് ആണ്, കളർ ഗ്രേഡിങ്ങിൻ്റെ എന്താണെന്ന് അറിയില്ല, പക്ഷെ ഭയങ്കരമായിട്ട് ഡെപ്ത് ഫീൽ ചെയ്തു. ഓരോ ഷോട്ടും ഓരോ ഫ്രെയിംസും ഇയാൾ എടുത്ത് വച്ചിരിക്കണം, അത്രയും ബ്രില്യൻസ് ആയിട്ട് ഭയങ്കര പുതുമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ കൂടെ ജെയ്ക്സ് വിജോയുടെ സ്കോർ. ജെയ്ക്സ് വിജയ് ഇപ്പോൾ ഉള്ളതിൽ ബെസ്റ്റ് അല്ലേ, വൺ ഓഫ് ദ ബെസ്റ്റ് എന്നല്ല, ബെസ്റ്റ് എന്ന് പറയേണ്ടി വരും. ഓരോ സിനിമയുടെ ജോണറയ്ക്ക് അനുസരിച്ച് അയാൾ പെരുക്കുന്നത് ഈ സിനിമയിലും അതുപോലെ. ഇവർ രണ്ടുപേരും ചേരുമ്പം കുറേ സീനുകൾ ഗംഭീരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ഈ സിനിമയിൽ തന്നിട്ടുണ്ട്. അതിനൊപ്പം ടൊവിനോ ലക്ഷ്യബോധം ഇല്ലാതെ നടക്കുന്ന, ലക്ഷ്യബോധം ഇല്ലാന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇങ്ങനെ കളിച്ചിരിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തുള്ള ടൊവിനോ ആണെങ്കിലും, അതിനുശേഷം ഇഷ്ടപ്പെടാത്ത ജോലിക്ക് കയറി ആ സമയത്ത് കാണിക്കുന്ന ഫ്രസ്ട്രേഷൻസ് ആണെങ്കിലും, എന്നാൽ 28 വയസ്സൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അയാൾക്ക് അത്രയ്ക്കുള്ള ഇതേ ഉള്ളൂ, ആ ഒരു മെച്യൂരിറ്റി കുറവും പരിപാടികളും അപ്പോൾ ആണെങ്കിലും, പിന്നീട് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോഴും ഇമോഷണൽ സൈഡ് വരുമ്പോഴും ടൊവിനോയുടെ പെർഫോമൻസ്, ഈ 3 കാരണങ്ങൾ കൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ വർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനപ്പുറം ഇതൊരു മുത്തങ്ങ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. മുത്തങ്ങ എന്നല്ല പറയുന്നത്, ഞാനേതൊരു സ്ഥലത്തിൻ്റെ പേരാണ് പറയുന്നത്. അവിടെ നടന്ന ഒരു ഖേദകരമായിട്ടുള്ള വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയത്തിനെ ഫിക്ഷൻ കൂടി ചേർത്തൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ആ മെയിൻ ഒരു ഇൻസിഡൻറ്റ് കാണിക്കണമല്ലോ, മെയിൻ കാരണത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറേ സീനുകളൊക്കെ ജനറേറ്റ് ചെയ്ത് ഇമാജിനറി ആയിട്ടുള്ള കഥാപാത്രത്തിനെ കൊണ്ടുവന്നപ്പോഴേക്കും പല സീനുകളും സിറ്റുവേഷൻസും ഒക്കെ തുന്നിക്കെട്ടി വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. എസ്പെഷ്യലി ടൊവിനോയുടെ തുടക്കത്തിലെ മറ്റേ പ്രണയവും കാര്യങ്ങളും, നാട്ടിലെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, നായിക പ്രിയമത കൃഷ്ണൻ. അപ്പൊ ഇതൊരു ഗ്രാമീണതയുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു ഫീൽ വരുന്നില്ല. സിറ്റിയിലുള്ള ഒരു മോഡേൺ ഗേളിനെ പിടിച്ച് സാരി കൊടുത്ത് നിർത്തിയും പോലത്തെ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ. അതിൽ ആ ഒരു പ്രണയവും അത്രയും ആ സീനൊക്കെ ഇത്തിരി ഇട്ട് വലിച്ചതുപോലെ എനിക്ക് തോന്നി, വലിപ്പിച്ചതുപോലെ. അതുമാത്രമല്ല, തുടരെ കുറേ ദൂരം പോകുമ്പോഴും ഈ പറഞ്ഞ മെയിനായിട്ട് ഇദ്ദേഹം ജോലിക്ക് പ്രവേശിച്ച ശേഷം നടക്കുന്ന വയനാട്ടിൽ എത്തുന്നതും ആ സമയത്തൊക്കെ പലയിടത്തും സീനുകൾ നീങ്ങാതെ ഇട്ട് എടുപ്പിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ സെക്കൻഡ് ഹാഫ് പോയി ക്ലൈമാക്സിനോട് അടുപ്പിക്കുമ്പോൾ തന്നെ ഒരു ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാവുകയും നന്നായിട്ട് തന്നെ അത് വർക്കാവുകയും ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും നമുക്ക് നെഞ്ചി തറയ്ക്കുന്ന സീനുകൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അത് എടുത്തിരിക്കുന്ന മേക്കിംഗ് ചെയ്തിരിക്കുന്നത് അതിഗംഭീരമായിട്ടാണ്. പിന്നെ ഇതുപോലത്തെ സിനിമകളൊക്കെ തന്നെ നമ്മൾ വെട്ടർമാന സിനിമകളിലും അതുപോലെ ജിഗതാന XX ഒരുപാട് വലിയ ഇതിനേക്കാളും അപ്പുറമുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് പല സീനുകളും അതിലേക്ക് ഒരു റിപ്ലിക്കേറ്റ് ഫീൽ ചെയ്തു. ഇനി ഒരു റിയൽ ഇൻസിഡന്റ് വെച്ചിട്ടുള്ള ഒരു സിനിമ പറയുമ്പം മുത്തങ്ങയെന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, CK ജാനു എന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള സംഭവങ്ങൾ ഇയറൊക്കെ വെച്ചിരിക്കുമ്പോഴേക്കും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എസ്പെഷ്യലി സുരാജിന്റെ ക്യാരക്ടറിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ന്യൂസിൽ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ അതിപ്പം ചിലപ്പോൾ കോൺഗ്രസ്സുകാരന്മാർ മിക്കവാറൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം അത് തന്നെ, ഇത് മനഃപൂർവ്വം ഇങ്ങനെ ആക്കി തീർക്കണം എന്നുള്ള രീതിയിൽ സ്ക്രിപ്റ്റിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. സിനിമ തുടക്കത്തിൽ കുറേ നൈറ്റ് വിഷ്വൽസ് ആണ്, നമുക്ക് ഗംഭീരമായിരുന്നു. അത്രയും സീക്വൻസ് ആദ്യം തുടക്കത്തിൽ അത്രയും നേരവും ഗംഭീരമായിട്ട്, പിന്നെ അങ്ങോട്ട് ആദിവാസികളുടെ പരിപാടികളൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ആദിവാസികളുടെ ഊരും പരിപാടിയും അവിടുത്തെ ആർട്ട് ചെയ്തിരിക്കുന്നതാണെങ്കിലും പശ്ചാത്തലം കൊണ്ടുവന്നിരിക്കുന്നതാണെങ്കിലും ഗംഭീരമായിരുന്നു. ആ ഫീൽ നമുക്ക് കൊണ്ടുവരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടൊവിനോയുടെ ഈ ഫ്ലാഷ് ബാക്കും പരിപാടികളൊക്കെ കുറച്ച് നേരം ഇട്ട് അഴിച്ചിട്ട് പിന്നെ ടൊവിനോ ജോലിക്ക് കയറുന്നതും തുറന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയി. സെക്കൻഡ് ഹാഫ് വന്നിട്ട് പല സീനുകളും ഞാൻ പറഞ്ഞില്ലേ നീങ്ങാതെ ഇങ്ങനെ നിന്നിട്ട് അവസാനം പോകുമ്പോഴേക്കും നമുക്ക് ഇതാണ് സംഭവിക്കാൻ പോണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഇൻസിഡൻറ്റ് അറിയാമെന്നുള്ളതാണ്. പക്ഷെ അത് മേക്ക് ചെയ്ത് ചെയ്യുന്നത് നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു സംഭവങ്ങൾ നമുക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ കൊള്ളുന്ന രീതിയിൽ ആ സ്കോറിംഗ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഒരു ലോഡ് പെർഫോമൻസ്, കിട്ടുന്ന പെർഫോമൻസുകൾ പറയാനുണ്ട് കേട്ടോ. നമ്മൾ ആദിവാസിയായിട്ടൊരു പയ്യൻ പ്രണവ് ടിയോഫി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്കാരൻ വേറെ ഏതോ സൂപ്പർ സിനിമയില്ല, അതിലെന്തോ ഇതുപോലെ ആദിവാസികൾക്ക് എന്തോ ഒരു വേഷം വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി പെർഫോമൻസ് ആണ്. പുള്ളിയുടെ കൊച്ചായിട്ട് വന്ന കുട്ടിയും മോളാണെന്ന് തോന്നണം കേട്ടോ, ഒരു കൊച്ചുണ്ട്. പിന്നെ ചേരൻ മലയാളത്തിൽ അഭിനയിച്ചിരിക്കുകയാണ്.
തുടക്കത്തിൽ അയ്യോ വയ്യാത്ത ഒരു മനുഷ്യനെന്ന് തോന്നി, പിന്നെ പിന്നെ അങ്ങനെ കിടലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ സുരാജും ടൊവിനോയായിട്ടുള്ള ബോണ്ടിങ് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ആര്യ സലീമാണ് നമ്മുടെ CK ചാലുവിൻ്റെ ക്യാപ്റ്റൻ തോന്നുന്നു, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ആര്യ സലീം. പിന്നെ പ്രശാന്ത് മാധവൻ, നന്ദു ഉണ്ട്, പ്രമോദ് വെളിയനാട്, റിനി ഉദയകുമാറാണ് അമ്മയായിട്ട് വന്നത് ടൊവിനോയുടെ. പിന്നെ സുധി കോഴിക്കോട്, നമ്മുടെ കാതൽ സിനിമയിലെ മമ്മൂക്കയുടെ പേരായിട്ട് വരുന്നത്. ഇപ്പോൾ ഇവരോടൊപ്പം തന്നെ ടെക്നിക്കലി വേറെയും കിട്ടിലും ടീമുകളൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്ന ആരുടെ ഈ ഫിനിക്സ് പ്രഭുവിൻ്റെ സ്റ്റണ്ട്സ് ആണ്, കിട്ടില്ല സ്റ്റണ്ട്. അബിൻ ജോസഫിന്റെ എഴുത്തിൽ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കായിരുന്നു. ഒരു ഇൻസിഡന്റ് ഉണ്ട്, അതിലേക്ക് കഥ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴേക്കും അത് എൻഗേജിങ് ആയിട്ട് പോകണം. പലയിടത്തും നമുക്ക് നീങ്ങാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തത് എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി ടോപ്പിലിരിക്കുന്ന, പെർഫോമൻസിൽ ടോപ്പിലിരിക്കുന്നത്, കുറേ സീനുകളൊക്കെ ഗംഭീരം, തിയേറ്റർ മസ്റ്റ് വാച്ച് എന്ന് പറയാവുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിലും കണ്ടന്റിൽ ഒരു ശരാശരിയായിട്ട് തോന്നിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നരിവേട്ട എന്ന സിനിമ തന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വരട്ടെ.